മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇന്റേണൽ ഓർഗനാണ് കരൾ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ് എന്നിവയുടെ എല്ലാം ശരിയായ മെറ്റബോളിസത്തിന് സഹായിക്കുക. അതുപോലെ തന്നെ ബൈൽ പ്രൊഡക്ഷൻ, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ പ്രൊഡക്ഷൻ, പലപ്പോഴും ആൽബുമിൻ പോലെയുള്ള പ്രോട്ടീൻസിന്റെ പ്രൊഡക്ഷൻ, കൂടാതെ ടോക്സിൻസ് റിമൂവ് ചെയ്യുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെയും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസിലെയും ഒക്കെ ടോക്സിൻസ് ശരിയായ രീതിയിൽ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യുക പോലെയുള്ള, അതുപോലെ തന്നെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുക പോലെയുള്ള പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എല്ലാം ലിവർ ആണ് ചെയ്യുന്നത്. എന്നാൽ ഈ ലിവറിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം സംഭവിച്ചാൽ, എന്തെങ്കിലും ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഇനിഷ്യലി ഉണ്ടാവുകയില്ല. നമ്മുടെ കരളിന്റെ കോശങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രധാന ബ്ലഡ് ടെസ്റ്റ് ആണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അഥവാ LFT എന്ന് പറയുന്നത്. പലപ്പോഴും ആളുകൾക്ക് ഇതിലെ വേരിയസ് ആ ഒരു വാല്യൂസും അല്ലെങ്കിൽ ഓരോ കണ്ടന്റുകളും ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും പേഴ്സണലി നമ്മളുടെ SCOT-നെ പറ്റി, SGPT-നെയും അല്ലെങ്കിൽ അതിനകത്ത് ഓരോ കണ്ടന്റ്സിനെ പറ്റി ആളുകൾ സംശയം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഇത്തരത്തിലുള്ള എല്ലാ വാല്യൂസിന്റെയും ഒരു വിശദമായിട്ട് എന്താണെന്ന് നോക്കാം. പ്രധാനമായിട്ട് LFT എടുത്തു കഴിയുമ്പോഴേക്കും അതിൽ പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ഒരു രണ്ട് കാര്യങ്ങളാണ് SGOT ആൻഡ് SGPT എന്ന് പറയുന്നത്. നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് എൻസൈമുകളാണ് SGOT ആൻഡ് SGPT എന്ന് പറയുന്നത്. ഇതിൽ തന്നെ SGPT നമ്മുടെ ലിവറിൽ മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. SGOT പലപ്പോഴും ലിവർ കൂടാതെ നമ്മളുടെ ഹൃദയം, മറ്റ് പേശികളിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്തെന്ന് വരാം. ഇതിന്റെ രണ്ടിന്റെയും നോർമൽ വാല്യൂസ് വരുന്നത് SGOT പലപ്പോഴും 10 to 40 യൂണിറ്റ്സ് പെർ ലിറ്റർ ഓഫ് ബ്ലഡ് ആണ്. SGPT വരുന്നത് 7 to 56 യൂണിറ്റ്സ് പെർ ലിറ്റർ ഓഫ് ബ്ലഡ് ആണ് വരുന്നത്. പലപ്പോഴും ഫാറ്റി ലിവർ കണ്ടീഷനില്, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസില്, ലിവർ സിറോസിസില് ഒക്കെ നമുക്ക് ഈ ഒരു വാല്യൂസിൽ വ്യത്യാസം വന്നു എന്ന് വരാം. ഇത് ഒരു വാല്യൂസ്, എൻസൈമിന്റെ വാല്യൂസ് കൂടിയെന്ന് വരാം. പലപ്പോഴും നമ്മളുടെ ലിവറിൽ പല ലിവർ കോശങ്ങളുടെ മെറ്റബോളിസത്തിനെ സഹായിക്കുക, ലിവർ കോശങ്ങളിൽ കാർബോഹൈഡ്രേറ്റിന്റെയും അതുപോലെ തന്നെ പ്രോട്ടീൻസിന്റെയും വൈറ്റമിൻസിന്റെയും അല്ലെങ്കിൽ ഫാറ്റിന്റെയും ഒക്കെ മെറ്റബോളിസത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള എൻസൈംസ് ഉണ്ടാവുന്നത്. എന്നാൽ ഈ ലിവർ കോശങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു കഴിയുമ്പോൾ ഈ ഒരു എൻസൈമുകൾ ലീക്ക് ആവാനും അത് ബ്ലഡിൽ പ്രസന്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ വാല്യൂസ് ലിവർ അബ്നോർമൽ ആയിരിക്കുന്ന കണ്ടീഷനിൽ കൂടി വരാനായിട്ട് ചാൻസ് കൂടുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാല്യൂ ആണ് ബിലിറൂബിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ബിലിറൂബിൻ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ചുവന്ന രക്താണുക്കളുടെ ആയുസ് എന്ന് പറയുന്നത് 120 days ആണ്. 120 ദിവസം കഴിയുമ്പോൾ ഇത് നശിച്ചു പോകും. അങ്ങനെ നശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ബിലിറൂബിൻ എന്ന യെല്ലോ കണ്ടന്റ്. പലപ്പോഴും ഇത് ബ്ലഡിൽ കാണപ്പെടുന്നത് ഇൻഡയറക്റ്റ് ബിലിറൂബിൻ എന്ന ഒരു ഇതായിട്ടാണ്. അത് പലപ്പോഴും നമുക്ക് വാട്ടർ ഇൻസോല്യൂബിൾ ആണ്. എന്നാൽ ഇത് അൽബുമിനുമായിട്ട്, ഇതിന്റെ ഒരു നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഇത് അൽബുമിനുമായിട്ട് ചേർന്ന് ഡയറക്റ്റ് ബിലിറൂബിൻ ആകുന്നു, ശേഷം നമ്മുടെ ലിവറിൽ എത്തുന്നു. അത് പലപ്പോഴും വാട്ടർ സോല്യൂബിൾ ആണ്, നമുക്ക് വെള്ളത്തിൽ അത് ലയിപ്പിക്കാനായിട്ട് സാധിക്കും. ടോട്ടൽ ബിലിറൂബിൻ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡയറക്റ്റ് ബിലിറൂബിന്റെയും ഒരു ആകെ തുകയാണ്. ഇതിന്റെ ഒരു നോർമൽ വാല്യൂ, ടോട്ടൽ ബിലിറൂബിന്റെ ഒരു നോർമൽ വാല്യൂ വരുന്നത് ഏകദേശം 0.3 to 1.2 milligram per deciliter ഓഫ് ബ്ലഡ് ആണ്. പലപ്പോഴും അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ ചുവന്ന രക്താണുക്കളുടെ നാശം സംഭവിക്കുക, അല്ലെങ്കിൽ ബൈൽ ശരിയായിട്ടുള്ള രീതിയിൽ ബൈലിന്റെ ഡ്രെയിനേജ് നടക്കുന്നില്ല, നമ്മുടെ ആ ഒരു ഗോൾ ബ്ലാഡറിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു പാത്തിൽ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻസ് ഉണ്ട്, ഒരു ഗോൾ സ്റ്റോൺ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോളിപ്പ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ട്യൂമർ ഉണ്ട് എന്നുള്ള രീതിയിലും ഒക്കെ ഈ ഒരു ബൈലിന്റെ അളവ് കൂടുന്ന സമയത്ത്, സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ബൈലിന്റെ ഒരു കെട്ടിക്കിടക്ക വരുന്ന സമയത്ത് നമുക്ക് ഈ ബിലിറൂബിന്റെ അളവ് ശരീരത്തിൽ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. പലപ്പോഴും നമുക്ക് ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മുടെ തൊലിപ്പുറത്ത്, അതുപോലെ തന്നെ നമ്മുടെ കണ്ണില്, നമ്മുടെ ചുണ്ടില്, അതുപോലെ തന്നെ നഖത്തിന്റെ അടിയിലൊക്കെ യെല്ലോ കളറ് കൂടുതലായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മളുടെ യൂറിൻ ഒരു കടുത്ത കളറിൽ പോകുന്നതായിട്ടും, അതുപോലെ തന്നെ സ്റ്റൂൾസ് വിളറിയ കളറിൽ പോകുന്നതായിട്ടും ഒക്കെ ഈ ഒരു ബിലിറൂബിൻ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നതാണ്. നവജാത ശിശുക്കളിൽ ജോണ്ടിസ് വരുന്നതൊക്കെ ഈ ഒരു ബിലിറൂബിന്റെ കണ്ടന്റ് ശരീരത്തിൽ കൂടുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. പിന്നെ പലപ്പോഴും വരുന്ന ഒരു പ്രധാനപ്പെട്ട വാല്യൂ ആണ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് അഥവാ ALP എന്ന് പറയുന്നത്, അതുപോലെ തന്നെ GGT എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മുടെ
ലിവറിൽ നിന്നും നമ്മളുടെ കുടലിലേക്കുള്ള ഒരു പാസേജ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന കണ്ടൻസ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു വാല്യൂ വരുന്നത് പലപ്പോഴും ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ഏകദേശം ഒരു 44 to 147 യൂണിറ്റ്സ് പെർ ലിറ്റർ ഓഫ് ബ്ലഡ് ആണ് വരുന്നത്. പിന്നെ GGT ആണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരിൽ ഏകദേശം ഒരു 8 to 56 അല്ലെങ്കിൽ 61 ആ ഒരു റേഞ്ചിലും, സ്ത്രീകളിൽ അതിൽ താഴെ ഒരു 40ലും ഒക്കെയാണ് കാണപ്പെടുന്നത്. ഇവയുടെ വാല്യൂസ് കൂടുന്നത് പലപ്പോഴും നമ്മളുടെ ലിവർ സംബന്ധമായിട്ടുള്ള കണ്ടീഷൻസിൽ കൂടാം. അതുകൂടാതെ അമിതമായിട്ട് ആൽക്കഹോൾ കൺസംഷൻ ഉള്ള ആളുകളിൽ ഈ വാല്യൂസിൽ വ്യത്യാസം വരാം, അല്ലെങ്കിൽ കൂടാനുള്ള ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിക്കുന്നവരിലും ഈ വാല്യൂസിൽ വ്യത്യാസം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ബൈൽ ഡക്റ്റിൽ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിലും ഈ ഒരു വാല്യൂവിൽ വ്യതിയാനം സംഭവിച്ചെന്ന് വരാം. പിന്നെ പലപ്പോഴും ആൽബുമിന്റെ വാല്യൂ ആണ് വരുന്നത്. ആൽബുമിന്റെ ഒരു നോർമൽ വാല്യൂ വരുന്നത് ഒരു 3.5. ആൽബുമിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ്, ഇത് ഉണ്ടാക്കുന്നത് ലിവർ ആണ്. ഇതിന്റെ ഒരു നോർമൽ വാല്യൂ ബ്ലഡിൽ വരുന്നത് ഒരു 3.5 to 5 gram പെർ ഡെസിലിറ്റർ ഓഫ് ബ്ലഡ് ആണ് വരുന്നത്. നമ്മുടെ ലിവറിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൽബുമിന്റെ പ്രൊഡക്ഷൻ കുറയും. സോ നമുക്ക് ശരീരത്തിൽ ഈ പറയപ്പെടുന്ന അളവിനേക്കാളും കുറവായിരിക്കും ആൽബുമിൻ ഉണ്ടാവുക. അപ്പൊ ഇതെല്ലാമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാല്യൂസ് എന്ന് പറയുന്നത്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞു ഇതിനകത്ത് വ്യത്യാസം വരുന്നത്. പലപ്പോഴും SGOT SGPT കൂടാനായിട്ട് നമുക്ക് ഫാറ്റി ലിവർ ഒരു കാരണമാക്കാറുണ്ട്. പിന്നെ ലിവർ സിറോസിസ്, ഹെപ്പറ്റൈറ്റിസ്, അതുപോലെ തന്നെ ആൽക്കഹോൾ കൺസംഷൻ, പിന്നെ പലതരത്തിലുള്ള മെഡിസിൻസിന്റെ ക്രോണിക് ആയിട്ടുള്ള ഉപയോഗം, പെയിൻ കില്ലേഴ്സിന്റെ ഉപയോഗം, ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമ്മൾ അനാവശ്യമായിട്ട് ക്രോണിക് ആയിട്ട് മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് എല്ലാം ഈ ഒരു വാല്യൂസിൽ അല്ലെങ്കിൽ LFTയിലെ ഓരോ കണ്ടന്റിന്റെ വാല്യൂസിൽ അബദ്ധമായിട്ടുള്ള വേരിയേഷൻസ് വരാം. അതുപോലെ തന്നെ നമുക്ക് കൂടാതെ ലിവറിനെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ കൊണ്ടും നമുക്ക് LFTയിൽ വേരിയേഷൻസ് വന്നു എന്ന് വരാം. അപ്പൊ ഇതിനകത്ത് ഓരോന്നിന്റെയും വേരിയേഷൻ വരുന്നതിന്റെ കാരണങ്ങൾ ഓരോ രീതിയിലായിരിക്കും വരുന്നത്. സോ നമുക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേസ് ഹിസ്റ്ററി ഫുൾ ആയിട്ട് എന്താണെന്നും, അതുപോലെ തന്നെ ഇതിലേതിലാണ് വ്യത്യാസം വന്നിരിക്കുന്നതെന്നും എത്രമാത്രം വ്യത്യാസം വന്നിരിക്കുന്നു എന്നതെല്ലാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ LFT നമ്മൾ ഫാറ്റി ലിവർ അല്ലെങ്കിൽ നമുക്ക് ലിവർ കണ്ടീഷൻസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ LFT എടുക്കുക തന്നെ വേണം. പിന്നെ ഇതിന് എന്തെങ്കിലും ഈ വാല്യൂസിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് കണ്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉടനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു ഡോക്ടറിനെ കാണുക, നമ്മുടെ കേസ് ഹിസ്റ്ററി അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ രോഗങ്ങൾ വന്നിട്ടുണ്ട്, നമ്മൾ എന്തെല്ലാം മരുന്നുകൾ കഴിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞതിന് ശേഷം ഡോക്ടർ നിർദ്ദേശിക്കുന്ന പരിശോധനകൾ കൂടി ചെയ്തതിന് ശേഷം മാത്രമേ ഏതാണ് പ്രശ്നം അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ പ്രശ്നം, അല്ലെങ്കിൽ ഇത് നോർമൽ ആണോ അല്ലെങ്കിൽ അബ്നോർമൽ കണ്ടീഷൻ ആണോ എന്നുള്ളതെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് LFT ആ ഒരു നോർമൽ എപ്പോഴും പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം നമ്മൾ മദ്യപാനം ഒഴിവാക്കുക, അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്സ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒക്കെ കുറയ്ക്കുക. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിന്റെയും ഒക്കെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഫുഡ് ഫാറ്റിന്റെ ഇൻടേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രോട്ടീൻസ്, അത്യാവശ്യത്തിന് ഗുഡ് പ്രോട്ടീൻസ് ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്, ലീൻ പ്രോട്ടീൻസ് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ലെഗ്യൂംസ്, അതുപോലെ തന്നെ ചെറിയ കോഴിയുടെ ചിക്കൻ ആ ഒരു ഇറച്ചി കറി വെച്ച് കഴിക്കുന്നതിൽ കൂടി ലീൻ പ്രോട്ടീൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ കൂട്ടാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമുക്ക് ഒരു LFTയിലെ വാല്യൂസിന്റെ ഒക്കെ ലെവൽ നോർമൽ ആക്കി വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് ഡെയിലി ഒരു 30 മിനിറ്റ്സ് എങ്കിലും എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൽ ധാരാളം പഴങ്ങള്, പച്ചക്കറികൾ, ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ നമ്മളുടെ ഉറക്കം പ്രോപ്പറായിട്ട് കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റു ദുശീലങ്ങൾ, മദ്യപാനം പോലെയുള്ള ദുശീലങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു LFT വാല്യൂസ് എല്ലാം, അത് SGOT ആയാലും SGPT ആയാലും നമുക്ക് കറക്റ്റായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ട്, നമ്മുടെ ശരീരത്തിൽ മൂത്രത്തിന് അമിതമായിട്ടുള്ള മഞ്ഞ കളറ്, അതുപോലെ തന്നെ സ്റ്റൂളില്
വിളറി പോകുന്ന ഒരവസ്ഥ, അമിതമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വയറിന്റെ വലത് ഭാഗത്ത് വരുന്നു വേദന ഉണ്ടാകുന്ന സഹനീയമായിട്ടുള്ള വേദന വരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഓക്കാനം, വിശപ്പില്ലായ്മ പോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു ഒക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ വിവരം അറിയിക്കുക. അതോടൊപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കരളിനെ അതുപോലെ തന്നെ നമ്മുടെ LFT വാല്യൂസിനെ എല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും.